എവിടെയൊക്കെ ചിലവ് ചുരുക്കാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീട് നിർമ്മിക്കുമ്പോൾ ആദ്യം തിങ്ക് ചെയ്യേണ്ടത് അതൊക്കെ തന്നെയാണ്. നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള വീട് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മാറും. പ്ലഗ് പോയിന്റ്സ് എപ്പോഴും നമ്മൾ ആവശ്യമില്ലാതെ വലിച്ചു വാരി ഒരുപാട് പ്ലഗ് പോയിന്റ്സ് വയ്ക്കുമ്പോൾ അത് ആവശ്യമില്ലാത്തതാണ്. ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും പാർട്ടീഷൻ തിരിച്ചുകൊണ്ട് ഒരു ഇന്റീരിയർ വാൾ കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ പ്രൈവസി ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ ഗസ്റ്റ് ഒക്കെ ലിവിംഗ് ഏരിയയിൽ ഇരിക്കുന്ന സമയത്ത് അവർക്ക് ഡൈനിങ് ഏരിയ കാണാത്ത രീതിയിൽ കുറച്ച് പ്രൈവസി ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ ആവശ്യത്തിന് മാത്രമുള്ള റൂമും ടോയ്ലറ്റ് ഫെസിലിറ്റീസും ഏരിയയൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ അത് എപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. എന്നാൽ ഇന്ന് ചിലർ ആവശ്യമില്ലാതെ റൂമും ബാത്റൂമും വലിയ സ്പേസും ഒക്കെ കെട്ടുമ്പോൾ അത് എന്നും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സെക്ഷനായിട്ട് മാറുകയാണ്. ഹായ്, ഞാൻ അഖില. പ്രാണ ഹോംസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 15 ലക്ഷം രൂപയ്ക്ക് 3 ബെഡ്റൂമോട് കൂടിയ വീടിന്റെ പ്ലാനും ഡീറ്റെയിൽസും എലിവേഷൻസും ബഡ്ജറ്റും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ മുഴുവനായി അറിയണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. മാത്രമല്ല, നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അതിന്റെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ബന്ധുക്കളും ആരെങ്കിലും പുതിയതായി വീട് വെക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. സ്ക്വയർ ഫീറ്റോട് കൂടി ഡിസൈൻ ചെയ്ത ഈ പ്ലാനിൽ 3 ബെഡ്റൂമാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. 2 ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിലും 1 ബെഡ്റൂം അപ്സ്റ്റെയറിലുമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചുരുങ്ങിയ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിക്കൊണ്ടുള്ള കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. 2 രീതിയിൽ നമുക്ക് വീട് പണി ചെയ്യാം. 1, മിഡിൽ ക്ലാസ് ഫാമിലി തങ്ങളുടെ കയ്യിലുള്ള സമ്പാദ്യത്തിൽ ചെയ്യുന്ന ഒരു സാധാരണ വീട്. 2, ലക്ഷറി ബഡ്ജറ്റിൽ ചെയ്യുന്ന ഒരു ഉഗ്രൻ വീട്. രണ്ടായാലും വീട് പണിക്ക് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ ക്വാളിറ്റിയിൽ ഒരിക്കലും നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. ഇനി ലക്ഷറി ബഡ്ജറ്റിലുള്ള ഒരു വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തുടർന്ന് ഈ വീഡിയോ കാണേണ്ടതില്ല. ഒരു വീട് പണി തുടങ്ങുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എവിടെയൊക്കെ ചിലവ് ചുരുക്കാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീട് നിർമ്മിക്കുമ്പോൾ ആദ്യം തിങ്ക് ചെയ്യേണ്ടത് അതൊക്കെ തന്നെയാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ മണ്ണ് കുറച്ച് ബലമുള്ളതാണെന്നുണ്ടെങ്കിൽ കരിങ്കല്ല് കൊണ്ട് നമുക്ക് ഫൗണ്ടേഷൻ നിർമ്മിക്കാവുന്നതാണ്. അതല്ല എങ്കിൽ മാത്രം കോളം ഫുട്ടിംഗ് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. കോളം ഫുട്ടിംഗ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു വീട് നിർമ്മിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പ്ലഗ് പോയിന്റ്സ്. എപ്പോഴും നമ്മൾ ആവശ്യമില്ലാതെ വലിച്ചു വാരി ഒരുപാട് പ്ലഗ് പോയിന്റ്സ് വയ്ക്കാറുണ്ട്. ഉദാഹരണത്തിന്, ഒരു മുറി എടുക്കുക, ഒരു ഫാൻ, ഒരു ട്യൂബ് ലൈറ്റ്, ചിലപ്പോൾ ഒരു AC പ്ലഗ്, അല്ലെങ്കിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ ചാർജറൊക്കെ യൂസ് ചെയ്യുന്ന പ്ലഗ്. പക്ഷേ ചിലർ ഇന്റീരിയർ ലൈറ്റൊക്കെ ഒരുപാട് ആഡ് ചെയ്തുകൊണ്ട് അതിന് മാത്രമായിട്ട് ഒരു പ്ലഗ് പോയിന്റ്, അങ്ങനെ എക്സ്ട്രാ പ്ലഗ് പോയിന്റ്സ് വയ്ക്കുമ്പോൾ അത് ആവശ്യമില്ലാത്തതാണ്. ആവശ്യമുള്ള പ്ലഗ് പോയിന്റുകൾ മാത്രം ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് വീട് നിർമ്മാണത്തിൽ ചെലവ് ചുരുക്കാവുന്നതാണ്. 15 ലക്ഷം രൂപയ്ക്ക് നിർമ്മിക്കുന്ന ഈ വീട്ടിൽ ഡോർ, വിൻഡോ, ഡോർ ഫ്രെയിം, വിൻഡോ ഫ്രെയിം ഇവയൊക്കെ നിർമ്മിക്കുന്നത് ആഞ്ജലി മഹാഗണി പോലുള്ള തടികൾ കൊണ്ടാണ്. ഇനി നിങ്ങൾക്ക് തേക്കോ ഈട്ടിയോ പോലുള്ള വുഡ് കൊണ്ട് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാകുന്ന ബഡ്ജറ്റ് കുറച്ച് കൂടുതലായിരിക്കും. 15 ലക്ഷം രൂപയ്ക്ക് നിർമ്മിക്കുന്ന ആ വീടിന്റെ പ്ലാൻ ഇതാണ്. സെന്റിൽ 2 നിലകളിലായി 1150 സ്ക്വയർ ഫീറ്റിൽ ചെയ്യുന്ന ഈ പ്ലാൻ ബിൽഡിംഗ് റൂൾ പ്രകാരം എല്ലാ സെറ്റ് ബാക്കും നൽകിക്കൊണ്ട് തന്നെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. 4 അടി വീതിയും 10 അടി നീളവുമുള്ള ഓപ്പൺ സിറ്റ് ഔട്ട് ആണ് ഈ പ്ലാനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എയർ സർക്കുലേഷന് വേണ്ടി അതിമനോഹരമായ രീതിയിൽ 3 പാളികളുള്ള ഫ്രഞ്ച് വിൻഡോയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്നും 1 മീറ്റർ വീതിയുള്ള ഡോർ വഴി നമ്മൾ ഉള്ളിലോട്ട് കടക്കുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ്. ലിവിംഗ് ഏരിയയും ഡൈനിങ്ങും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരുമിച്ചാണ്. പാർട്ടീഷൻസ് ഇല്ലാതെ ഒരുമിച്ചാണ് ലിവിംഗ് ഏരിയയും ഡൈനിങ്ങും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയുടെ ലെഫ്റ്റ് സൈഡിലായി 5 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഡൈനിങ് ഏരിയയിൽ 4 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഡൈനിങ് ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 16 അടി നീളവും 10.5 അടി വീതിയിലുമാണ് ഡൈനിങ് ഏരിയയും ലിവിംഗ് ഏരിയയും സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ അതിനോടൊപ്പം ചേർന്ന് ഒരു വാഷ് ബേസിനും കോമൺ ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട്.
ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും പാർട്ടീഷൻ തിരിച്ചുകൊണ്ട് ഒരു ഇന്റീരിയർ വാൾ കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ പ്രൈവസി ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ ഗസ്റ്റ് ഒക്കെ ലിവിംഗ് ഏരിയയിൽ ഇരിക്കുന്ന സമയത്ത് അവർക്ക് ഡൈനിങ് ഏരിയ കാണാത്ത രീതിയിൽ കുറച്ച് പ്രൈവസി ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. എന്നാൽ അത് കുറച്ചുകൂടെ ബഡ്ജറ്റ് ആണ്. ലിവിംഗ് ഏരിയയിലും ഡൈനിങ് ഏരിയയിലും എല്ലാ രീതിയിലുള്ള വെളിച്ചവും എയർ സർക്കുലേഷനും കടക്കുന്ന രീതിയിൽ തന്നെയാണ് വിൻഡോസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയുടെ അടുത്തായിട്ടാണ് സ്റ്റെയർ സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിന്റെ അടിഭാഗം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമ്മൾ കടക്കുന്നത് ബെഡ്റൂമിലേക്കാണ്. ബെഡ്റൂം എന്ന് പറയുന്നത് എല്ലാ പ്രൈവസിയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്ലാൻ ആയിരിക്കണം. അങ്ങനെ തന്നെയാണ് നമ്മുടെ ഈ പ്ലാനും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്നും നേരിട്ടുള്ള ആക്സസ് ആണ് കിച്ചണിൽ നൽകിയിരിക്കുന്നത്. ആ കിച്ചൺ നമുക്ക് ഓപ്പൺ കിച്ചണായും ക്ലോസ്ഡ് കിച്ചണായും യൂസ് ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയയും ഈ പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. സ്റ്റെയർ നേരെ എൻട്രി ആവുന്നത് ഒരു ഫാമിലി ലിവിംഗ് ഏരിയയിലോട്ടാണ്. അതിനടുത്ത് തന്നെ ഒരു അറ്റാച്ച്ഡ് മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിന്റെ എലിവേഷന് മനോഹാരിത നൽകിക്കൊണ്ട് തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു അടിപൊളി ബാൽക്കണി ഈ പ്ലാനിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് 15 ലക്ഷം രൂപയ്ക്ക് നിർമ്മിക്കുന്ന ഈ വീടിന്റെ എക്സ്റ്റീരിയർ എലിവേഷനിലേക്ക് പോകാം. കാണുന്നതാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്ത എക്സ്റ്റീരിയർ എലിവേഷന്റെ പ്ലാൻ. വീടിന്റെ മുന്നിൽ ചെയ്തിരിക്കുന്ന ഈ ബഡ്രസ് വാൾ വീടിനെ കുറച്ചുകൂടി മനോഹരമാക്കുന്നു. ഈ ക്ലാഡിംഗ് ഡിസൈൻ ആണ് വീടിന്റെ മെയിൻ അട്രാക്ഷൻ. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു കാർ പോർച്ച് വേണമെന്ന ആഗ്രഹമുണ്ട് എങ്കിൽ അതിനു വേണ്ടിയുള്ള സ്പേസ് മാറ്റിയിട്ടാണ് ഈ വീട് നിർമ്മിക്കുന്നത്. ഇനി നമുക്ക് ഈ 15 ലക്ഷം രൂപയ്ക്ക് നിർമ്മിക്കുന്ന വീടിന്റെ ബഡ്ജറ്റ് കാൽക്കുലേഷനിലേക്ക് പോകാം. വീടിന്റെ അടിത്തറ നിർമ്മിക്കുന്നത് കരിങ്കല്ല് കെട്ടി അതിന്റെ മേലെ ബെൽറ്റ് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടാണ്. അതുപോലെ തന്നെ ഭിത്തികൾ 6 ഇഞ്ച് സിമന്റ് ബ്ലോക്ക് കൊണ്ടാണ് നിർമ്മിക്കുന്നത്. വീടിന്റെ ജനലുകളും വാതിലുകളും അതിന്റെ ഫ്രെയിമുകളും നിർമ്മിക്കുന്നത് ആഞ്ഞിലി അല്ലെങ്കിൽ മഹാഗണി പോലുള്ള തടികൾ കൊണ്ടാണ്. ബഡ്ജറ്റഡ് ആയിട്ടുള്ള വെട്രിഫൈഡ് ഫ്ലോർ ടൈൽസ് ആണ് നമ്മൾ വീടിന്റെ തറയ്ക്കായി ഉപയോഗിക്കുന്നത്. CERA പോലുള്ള ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് CP ഫിറ്റിംഗ്സിനായി ഉപയോഗിക്കുന്നത്. ലെഗ്രാൻഡ് മൈലിങ്കിന്റെ സ്വിച്ചുകളും VEETTUVISHESHAM വയറുകളുമാണ് ഇലക്ട്രിക്കൽ മെറ്റീരിയൽസ് ആയി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏഷ്യൻ അല്ലെങ്കിൽ ഇൻഡിഗോ ഈ 2 ബ്രാൻഡിലുള്ള പെയിന്റുകളാണ് എക്സ്റ്റീരിയറും ഇന്റീരിയറുമായ വാളുകളിലും ജനലുകളിലും ഒക്കെ നമ്മൾ അടിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡോറിന്റെയും വിൻഡോസിന്റെയും അളവുകളാണ്. മെയിൻ ഡോർ 100 സെന്റിമീറ്റർ വീതിയിലും 210 സെന്റിമീറ്റർ ഉയരത്തിലുമാണ് നിർമ്മിക്കുന്നത്. മറ്റു വാതിലുകളെല്ലാം 90 സെന്റിമീറ്റർ വീതിയും 210 സെന്റിമീറ്റർ ഉയരത്തിലുമാണ് നിർമ്മിക്കുന്നത്. നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാംഗിൾ ഷേപ്പിലുള്ള വീട് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മാറും. 15 ലക്ഷം രൂപയ്ക്ക് 3 ബെഡ്റൂമോട് കൂടിയ വീടിന്റെ വിശേഷമാണ് പ്രാണ ഹോംസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ എന്തെങ്കിലും സംശയമോ കൂടുതൽ വിശദാംശമോ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പുതിയ പ്ലാനുകളും വീട്ടുവിശേഷങ്ങളുമായി പ്രാണ ഹോംസിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ.